ഓടയായിരുന്നു അതിനകത്ത് കരിങ്ങിലിട്ട് നമ്മൾ മൂടി നമുക്ക് ഓടേണ്ട സംഭവം ആയിക്കോട്ടെ. അടുത്ത ദിവസം തന്നെ ക്ലിയർ ചെയ്തേക്കാം. ഒരു 2-3 ദിവസത്തിനുള്ളിൽ. ഒടുവിൽ ജനങ്ങളുടെ നിരന്തരമായ പരാതികൾക്കും മാധ്യമ വാർത്തകൾക്കും പരിഹാരമായി നിർമ്മിച്ച ബൈപ്പാസ് റോഡിലെ ഓട കയ്യേറി അടച്ചവർക്കെതിരെ ശക്തമായ നടപടികളുമായി മുണ്ടക്കൈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി രംഗത്ത്. ഓടയിലേക്ക് കല്ലും തടിയും തള്ളി ഒഴുക്ക് പൂർണ്ണമായും തടസ്സപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ അടിയന്തര പരിശോധന നടത്തിയത്. മുണ്ടക്കയം ബൈപ്പാസ് പാതയിൽ നാളുകളായി നിലനിന്നിരുന്ന അതിരൂക്ഷമായ വെള്ളക്കെട്ടിന് പരിഹാരമായാണ് MLA ഫണ്ട് വിനിയോഗിച്ച് ഇവിടെ പുതിയ ഓടകൾ നിർമ്മിച്ചത്. എന്നാൽ ഈ ഓടകൾ കൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. ബൈപ്പാസിന് സമീപം പ്രവർത്തിക്കുന്ന വേവ് ബ്രിഡ്ജിൽ നിന്നും വ്യാപകമായി തടികളും കരിങ്കല്ലുകളും ഓടയിലേക്ക് തള്ളിയ നിലയിലാണ്. ഇതുമൂലം ഓടയിലൂടെയുള്ള ജലപ്രവാഹം പൂർണ്ണമായും തടസ്സപ്പെടുകയും വീണ്ടും വെള്ളക്കെട്ടിന് കാരണമാവുകയും ചെയ്തു. ഇതിനെതിരെ വ്യാപക പരാതി ഉയർന്നതോടെയാണ് പഞ്ചായത്ത് ഭരണസമിതി ശക്തമായ നടപടികളുമായി മുന്നോട്ട് വന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് സൂസമ്മ മാത്യു, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജി രാജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം കയ്യേറ്റം നടന്ന പ്രദേശം നേരിട്ട് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഓടയിൽ തള്ളിയിരിക്കുന്ന തടികളും കല്ലുകളും അടിയന്തരമായി നീക്കം ചെയ്യാൻ അധികൃതർ കർശന നിർദ്ദേശം നൽകി. കൂടാതെ വേവ് ബ്രിഡ്ജിലേക്ക് വാഹനങ്ങൾ കയറുന്ന ഭാഗത്തു നിന്നും ദേശീയപാതയിലേക്ക് വെള്ളവും ചെളിയും ഒലിച്ചിറങ്ങാത്ത രീതിയിലുള്ള ശാശ്വത സംവിധാനം ഒരുക്കണമെന്നും പൊതു റോഡിലിട്ട് തടി കയറ്റരുതെന്നും പഞ്ചായത്ത് ഭരണസമിതി സ്ഥാപന ഉടമകൾക്ക് കർശന മുന്നറിയിപ്പ് നൽകി.